സിനിമയിലും ജീവിതത്തിലും എന്നും ശ്രീനിവാസന്റെ താങ്ങും തണലുമായിരുന്നു ഭാര്യ വിമല. അവർ നൽകുന്ന പിന്തുണയും സ്നേഹത്തെയും കുറിച്ച് ശ്രീനിവാസൻ എല്ലായ്പ്പോഴും പറയാറുമുണ്ട്. എങ്ങനെയാണ് ശ്രീനിവാസൻ വിമലയെ കണ്ടുമുട്ടുന്നത് നമുക്ക് നോക്കാം. അധ്യാപകനായി ജോലി ചെയ്തിരുന്ന സമയത്താണ് ശ്രീനിവാസൻ വിമലയെ ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതും. ഡിഗ്രി പഠനത്തിന് ശേഷം വരുമാനത്തിനുള്ള ഒരു ട്യൂട്ടോറിയൽ കോളേജിലാണ് ശ്രീനിവാസൻ പഠിപ്പിച്ചിരുന്നത്. വീട്ടിൽ നിന്ന് കോളേജിലേക്കുള്ള യാത്രക്കിടെയാണ് അദ്ദേഹം വിമലയെ കാണുന്നത്. അന്ന് നിർമ്മലഗിരി കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു വിമല. എന്നും വിമലയെ കാണുമ്പോൾ ബസിന്റെ സമയം എപ്പോഴാണ്, പഠനം എങ്ങനെ പോകുന്നു എന്നെല്ലാം ശ്രീനിവാസൻ ചോദിക്കും. ഒറ്റ വാക്കിലായിരിക്കും വിമലയുടെ ഉത്തരം. നിരന്തരമായുള്ള ശ്രീനിവാസന്റെ ചോദ്യത്തിനും വിമലയുടെ ഉത്തരവും പിന്നീട് അത് പ്രണയത്തിലേക്ക് പതുക്കെ പതുക്കെ വളർന്ന് വഴിമാറുകയായിരുന്നു. എന്നാൽ വീട്ടിലെ സാഹചര്യം കൊണ്ട് വിവാഹം എന്നതിനെക്കുറിച്ച് ശ്രീനിവാസന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു ആ സമയത്തെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ശ്രീനിവാസനെ ഒരു കോഴ്സ് പഠിക്കാനുള്ള അവസരം വരുന്നത്. ചെന്നൈയിലേക്ക് പോകുന്നതിന് മുമ്പേ ഇന്റർവ്യൂ പാസ്സാകാൻ പ്രാർത്ഥിക്കണമെന്ന് വിമലയോട് പറഞ്ഞു. അടയാറിൽ സിനിമാ പഠനം തുടങ്ങിയപ്പോൾ ഇരുവരുടെയും ആശയവിനിമയം കത്തിലൂടെയായി. അങ്ങനെ ഇവര് രണ്ടുപേരും ഇവരുടെ എല്ലാ കാര്യങ്ങളും ഈ കത്തിലൂടെ ഇങ്ങനെ ഷെയർ ചെയ്ത് അവസാനം വിവാഹത്തിന് മുൻപേ ഒരു 3 ദിവസം മുൻപാണ് ശ്രീനിവാസൻ നാട്ടിലേക്ക് വരുന്നത്. ഒരു സുഹൃത്തിനൊപ്പം വന്ന് ഒരു വെള്ളിയാഴ്ചയാണ് വിവാഹമെന്ന് വിമലയോട് പറയുകയായിരുന്നു. വിമലയോട് വിവാഹത്തെക്കുറിച്ച് ഒന്നും ശ്രീനിവാസൻ സൂചിപ്പിക്കുക പോലും ഉണ്ടായിരുന്നില്ല. ഒരു അത്ഭുതമാണെന്നാണ് വിമലയ്ക്ക് തോന്നുന്നത്. ഒരു കഥ ഒരു നുണക്കഥ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നത്. അന്ന് ആ ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായിരുന്ന നടൻ ഇന്നസെന്റിന്റെ കയ്യിൽ നിന്ന് 400 രൂപ വാങ്ങി. അതായിരുന്നു ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം. വിമലയ്ക്ക് വേണ്ട സാരിയും മറ്റും വാങ്ങിയത് ആ പൈസ കൊണ്ടാണ്. എന്നാൽ വിവാഹത്തിന് സ്വർണമാലയും താലിയും വേണമെന്ന് അമ്മ പറഞ്ഞതോടെ എന്ത് ചെയ്യും എന്നറിയാത്ത അവസ്ഥയിലായി അദ്ദേഹം. ആ സമയത്താണ് കണ്ണൂരിൽ മമ്മൂട്ടി നായകനാകുന്ന അതിരാത്രം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത്. ശ്രീനിവാസൻ അപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്. മമ്മൂട്ടി താമസിച്ചിരുന്ന ഹോട്ടലിലെത്തി നാളെ എൻ്റെ വിവാഹമാണ്, എനിക്കൊരു 2000 രൂപ വേണം എന്ന് ശ്രീനിവാസൻ മമ്മൂട്ടിയോട് പറഞ്ഞു. ആരെയും വിളിക്കുന്നില്ലെന്നും രജിസ്റ്റർ വിവാഹമാണെന്നും അറിയിച്ചു. ഉടനെ മമ്മൂട്ടി 2000 രൂപ എടുത്തു കൊടുത്തു. എന്നിട്ട് കല്യാണത്തിന് വരുമെന്നും പറഞ്ഞു. അങ്ങനെ വരരുത്, വിവാഹം മുടങ്ങും എന്നായിരുന്നു ശ്രീനിവാസന്റെ മറുപടി. പക്ഷേ താൻ ഉറപ്പായും വരുമെന്ന് മമ്മൂട്ടി പറഞ്ഞു. ആരെയും അറിയിക്കാതെ രജിസ്റ്റർ വിവാഹമാണ് നടത്തുന്നത്. എന്നെ ഇവിടെ ആർക്കും അറിയില്ല. എന്നാൽ താങ്കൾ അതുപോലെയല്ല, വലിയൊരു താരമാണ്. വിവാഹത്തിന് താങ്കൾ വന്നാൽ വിവാഹം എല്ലാവരും അറിയും. അതുകൊണ്ട് വരരുത് എന്ന് ശ്രീനിവാസൻ കടുപ്പിച്ചു പറഞ്ഞു. ഒടുവിൽ ഗതികെട്ട് മമ്മൂട്ടി വരില്ലെന്ന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ മമ്മൂട്ടി കൊടുത്ത പണം കൊണ്ട് താലി വാങ്ങി വിമലയെ ശ്രീനിവാസൻ തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. ശ്രീനിവാസന്റെ ജീവിതം പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കഥയും തിരക്കഥയും എല്ലാം നമ്മൾ കേട്ടറിയുന്നതും കണ്ടറിയുന്നതുമെല്ലാം. അപ്പം ഇതേപോലെ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് സാധാരണക്കാരെ പോലെ തന്നെ സാധാരണക്കാർക്ക് വേണ്ടി അദ്ദേഹം സിനിമകൾ ഉണ്ടാക്കി. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം. വിമല എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരുപാട് ലാളിത്യ ഗുണങ്ങളും അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യ അവസ്ഥയിൽ പോലും അദ്ദേഹത്തിന് എല്ലായ്പ്പോഴും കൊണ്ടു നടക്കുകയും ആഹാരം വാരിക്കൊടുക്കുകയും അദ്ദേഹത്തിനുള്ള എല്ലാ ശുശ്രൂഷകളും വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അതായത് ഇപ്പം സിനിമയിൽ തന്നെ ശ്രീനിവാസൻ ഒരു ഭാര്യയുടെ കഥാപാത്രം അവതരിപ്പിക്കാൻ അദ്ദേഹം ഒരുങ്ങുകയാണെങ്കിൽ, അതിനെക്കുറിച്ച് കഥ എഴുതുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ തൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള ഓർമ്മകൾ തൻ്റെ മനസ്സിലേക്ക് വരുമെന്നും അതിന് ഈ കല്യാണം കഴിച്ചതിന് ശേഷം ഭാര്യയെ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഒരു ഭാര്യ എങ്ങനെയായിരിക്കണം എന്ന് പോലും താൻ അറിയുന്നതെന്നും ഒക്കെ ശ്രീനിവാസൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അത് തൻ്റെ സിനിമയുടെ ജീവിതത്തിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം എടുത്തു പറയുകയാണ്. ഇവരുടെ കുടുംബജീവിതം വളരെ സന്തോഷവും വിജയകരവുമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തൻ്റെ മക്കളെ താൻ വളരെ സ്വാതന്ത്ര്യത്തോടെ വളർത്തി അവരിന്ന് നല്ല നിലയിൽ നല്ല കലാകാരന്മാരായി സമൂഹത്തിന് വേണ്ട കലാകാരന്മാരായി വളർന്നിരിക്കുന്നു എന്ന് മാത്രമാണ് നമുക്കും കാണാൻ പറ്റുന്നത്. ശ്രീനിവാസന്റെ വിടവ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കാർക്കും നികത്താൻ പറ്റുന്ന ഒന്നല്ല. അത് കനത്ത നഷ്ടം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മളെല്ലാവരും ആശംസിക്കുന്നു. അതുപോലെ ആയുസ്സും ആരോഗ്യം ഉണ്ടാകട്ടെ.